നമസ്കാരം. ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള വാർത്താ മണിക്കൂറാണ് പൊതുജനം കഴുതയല്ല സാർ എന്ന ഈ പരിപാടി. ഒരു മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഈ വിഷയങ്ങളിൽ ഉണ്ടാകുമെന്ന ഉറപ്പോടെ നമ്മൾ തുടങ്ങുന്നു. പൊതുജനം കഴുതയല്ല സാർ. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകർക്ക് ഈ പരിപാടിയിലേക്ക് നേരിട്ട് വിളിച്ച് ജനകീയ പ്രശ്നങ്ങൾ പങ്കുവയ്ക്കാവുന്നതാണ്. ആശങ്കകളും പരാതികളും അധികൃതരുടെ ശ്രദ്ധയിലേക്ക് ഞങ്ങൾ എത്തിക്കും. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ പ്രേക്ഷകർക്ക് വിളിക്കാം. നമ്പർ ഇതാണ് 04842830 പ്രേക്ഷകരുടെ വാർത്തകളും ദൃശ്യങ്ങളും വാട്സാപ്പിലും അയക്കാം. ഈ നമ്പറിൽ 6235968937. നമ്മൾ ഇപ്പോൾ വരുന്ന ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് ആദ്യം പോകുന്നത്. വയനാട് DCC ട്രഷറർ NM വിജയന്റെയും മകന്റെയും ആത്മഹത്യയ്ക്ക് പിന്നിൽ സാമ്പത്തിക ഇടപാടെന്ന സൂചന. അതിന് പിന്നാലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരികയാണ്. NM വിജയൻ KPCC നേതൃത്വത്തിന് നൽകിയ ഒരു കത്താണ് ഇപ്പോൾ പുറത്തു വന്നത്. സുൽത്താൻ ബത്തേരി അർബൻ ബാങ്ക് നിയമനത്തിനായി IC ബാലകൃഷ്ണൻ MLAക്ക് നൽകിയ പണത്തിന്റെ കണക്ക് ഈ കത്തിൽ സൂചിപ്പിച്ചിട്ടുണ്ട്. പണമിടപാട് നടന്നതിന്റെ ഉടമ്പടി രേഖയും പുറത്തു വന്നു. NM വിജയന്റെ മരണത്തിൽ സമഗ്ര അന്വേഷണം നടത്താൻ KPCCയോട് ആവശ്യപ്പെടുമെന്ന് വയനാട് DCC അധ്യക്ഷൻ ND അപ്പച്ചൻ പറഞ്ഞു. പെട്ടെന്ന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ എന്ത് കാരണം എന്നതിനെ സംബന്ധിച്ചത് അറിയില്ല. അതിനെ സംബന്ധിച്ച് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി അടങ്ങുന്ന അവരുടെ ഒരു അന്വേഷണത്തിൽ സമഗ്രമായൊരു അന്വേഷണം നടന്നിട്ട് ബാക്കി കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് ശേഷം നിങ്ങളൊക്കെ വിവരം അറിയിക്കുന്നതാണ്. അക്കാര്യം അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങൾ നൽകും. അഭിജിത്ത്, ഈ കത്തും അതിൻ്റെ കൂടെ തന്നെ ഒരു ഉടമ്പടി രേഖയും ഉണ്ട്. ആ ഉടമ്പടി രേഖയിൽ ഏതാണ്ട് ഒരു 30 ലക്ഷത്തിൻ്റെ കണക്കാണ് പറയുന്നത്. IC ബാലകൃഷ്ണൻ നൽകേണ്ട ഒരു 30 ലക്ഷം രൂപയെ പറ്റി ആ ഉടമ്പടി രേഖയിൽ പറയുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലമൊന്നും നമുക്കറിയില്ല. അവിടുത്തെ അർബൻ ബാങ്ക് നിയമനവുമായി ബന്ധപ്പെട്ട് തയ്യാറാക്കിയ ഒരു ഉടമ്പടി രേഖ എന്ന് മാത്രമേ അതിനെ അങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്താണ് ഈ സാമ്പത്തിക ഇടപാടിൻ്റെ വിവരങ്ങൾ? ഈ IC ബാലകൃഷ്ണൻ MLA ഈ വിവരങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടോ ഇതുവരെ? വിജയകുമാർ, കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് NM വിജയനെയും മകനെയും വിഷം കഴിച്ച നിലയിൽ വീട്ടിൽ കാണുന്നത്. തുടർന്ന് അവരെ ആദ്യം സുൽത്താൻ ബത്തേരിയിലും പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. തുടർന്ന് ഇന്നലെയാണ് അദ്ദേഹത്തിൻ്റെയും മകൻ്റെയും മരണം സംഭവിക്കുന്നത്. അതിനു പിന്നാലെ ഇന്ന് CPIM വലിയ രീതിയിലുള്ള ഒരു ആരോപണവുമായി രംഗത്ത് വന്നു. അത് ഈ മരണം ദുരൂഹമാണ്, മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ട്, അത് അന്വേഷിക്കണം എന്നുള്ളതായിരുന്നു CPIM സുൽത്താൻ ബത്തേരി ഏരിയ കമ്മിറ്റിയുടെ ആവശ്യം. അതിൽ അവർ പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ചില സാമ്പത്തികമായ ചില പ്രശ്നങ്ങൾ അവിടെ നിലനിന്നിരുന്നു. അത് ഈ അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ടാണ്, അവിടെയുണ്ടായ നിയമനവുമായി ബന്ധപ്പെട്ടാണ്. ഏതായാലും അതിനൊക്കെ പിന്നാലെയാണ് ഇപ്പോൾ ചില വിവരങ്ങൾ കൂടി പുറത്തു വരുന്നത്. അതിലൊന്ന് വിജയകുമാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ആ കത്താണ്. ഈ കത്ത് 2021 KPCC അധ്യക്ഷനായ K സുധാകരനെ NM വിജയൻ അയക്കുന്നത്. അതിൽ പറയുന്നതും ഈ അർബൻ ബാങ്ക് തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതിൽ ഈ അർബൻ ബാങ്കിൽ ജോലി ശരിയാക്കി നൽകുന്നതിനായി ചിലരിൽ നിന്ന് പണം വാങ്ങിയിരുന്നു, ചില ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം വാങ്ങിയിരുന്നു. ഈ പണം ഏൽപ്പിച്ചിരുന്നത് IC ബാലകൃഷ്ണനെയാണ്. പക്ഷേ ഈ നിയമനം നടന്നില്ല. എന്നാൽ ഈ നിയമനം നടക്കാതിരുന്ന സാഹചര്യത്തിൽ ഈ പണം തിരിച്ചു കൊടുക്കാത്തൊരു സാഹചര്യമുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ചില സാമ്പത്തിക പ്രതിസന്ധികളിലേക്ക്, സാമ്പത്തികമായ ചില പ്രശ്നങ്ങളിലേക്ക് NM വിജയന് പോകേണ്ടി വന്നു. അതാണ് ഇതൊക്കെ വിരൽ ചൂണ്ടുന്നത്. മറ്റൊന്ന് വിജയകുമാർ പറഞ്ഞതുപോലെ തന്നെ ഉടമ്പടി രേഖയാണ്. അത് ഈ ഉദ്യോഗാർത്ഥികളുടെ പിതാവും ഒപ്പം ഈ NM വിജയനും തമ്മിലുണ്ടാക്കിയ ഉടമ്പടി രേഖയാണ്. അതിലും വ്യക്തമായി പറയുന്നു ഈ 30 ലക്ഷം രൂപ ഈ IC ബാലകൃഷ്ണന് നൽകിയിട്ടുണ്ട്. അതും ഈ അർബൻ ബാങ്കിൽ ജോലി ശരിയാക്കി നൽകുന്നതുമായി ബന്ധപ്പെട്ടാണ്. ഏതായാലും ഇക്കാര്യത്തിൽ IC ബാലകൃഷ്ണൻ്റെ ഒരു പ്രതികരണം നിലവിൽ വന്നിട്ടില്ല. അദ്ദേഹം ഉടൻ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തും, ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്തും എന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. മറ്റൊന്ന്, ഇതിൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വം DCC പ്രസിഡന്റ് ND അപ്പച്ചൻ പറഞ്ഞൊരു കാര്യം, ഈ പരാതിയിൽ നേരത്തെ തന്നെ KPCC ഒരു അന്വേഷണം നടത്തിയതാണ്, ഇതിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തുകയും ചെയ്തതാണ്. പക്ഷേ നിലവിലും ഇത്തരമൊരു ആരോപണം ഉയർന്നു വന്ന സാഹചര്യത്തിൽ KPCC തന്നെ അത് അന്വേഷിക്കട്ടെ, സമഗ്രമായ ഒരു അന്വേഷണം നടക്കട്ടെ എന്നാണ് നിലവിൽ ജില്ലാ
കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത്. ഏതായാലും അല്പസമയം മുൻപാണ് NM വിജയന്റെയും മകന്റെയും മൃതദേഹം അദ്ദേഹത്തിന്റെ മണിച്ചിറയിലുള്ള വീട്ടിലേക്ക് എത്തിയത്. നിലവിൽ ഇവിടെ പൊതുദർശനം തുടരുകയാണ്. നിരവധി പേർ, കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ കോൺഗ്രസ് പ്രവർത്തകരുൾപ്പെടെ നിരവധി പേർ ഇപ്പോൾ മണിച്ചിറയിലെ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇരുവരുടെയും മൃതദേഹങ്ങൾക്ക് അന്തിമോപചാരം അർപ്പിക്കാൻ നിരവധി പേർ വീട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഏതായാലും അല്പസമയത്തിനകം തന്നെ മണിച്ചിറയിലെ ഇവരുടെ വീട്ടുവളപ്പിൽ സംസ്കാര ചടങ്ങുകളും നടക്കും. ഏതായാലും ഈയൊരു മരണം ഒരു ആത്മഹത്യ, അതിനുശേഷം ഉയർന്ന ആരോപണം പ്രത്യാരോപണങ്ങൾ, ഇതിലൊക്കെ ഒരു വ്യക്തത വരേണ്ടിയിരിക്കുന്നു. എന്താണ് ഇത്തരം ഒരു ആത്മഹത്യയിൽ തിരഞ്ഞെടുക്കാൻ NM വിജയനെ പ്രേരിപ്പിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു കൃത്യമായ ഒരു വിവരം ഇനിയും വരേണ്ടിയിരിക്കുന്നു. വിജയകുമാർ. എന്തായാലും DCC അതിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. CPM അതിൽ ദുരൂഹതയുണ്ട്, അതിൽ അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പുറത്തു വരുന്ന വിവരങ്ങളൊക്കെ കുറച്ച് ഗൗരവമുള്ളത് തന്നെയാണ്. അതിൽ എന്ത് നടപടികളിലേക്ക് പോകും, പോലീസ് എന്തെങ്കിലും നടപടി സ്വീകരിക്കുമോ, കോൺഗ്രസ് അത് ഏത് തരത്തിൽ അന്വേഷിക്കുമെന്നൊക്കെയാണ് അറിയേണ്ടത്. ബിലാൽ ജോൺ എന്ന ഐഡിയയിൽ നിന്നൊരു പ്രതികരണമുണ്ട്. CPM ആണ് എങ്കിൽ ആ കത്തില്ല എന്ന് പറയും. കോൺഗ്രസ് കുറ്റം ചെയ്തവരെ തള്ളിപ്പറയും, അതാണ് കോൺഗ്രസ്. അല്ലാതെ കുറ്റം ചെയ്തവരെ സംരക്ഷിക്കുന്ന സ്വഭാവം കോൺഗ്രസിനില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തായാലും നോക്കാം, ഇനി അങ്ങനെയാണോ അതോ അതിലെന്തെങ്കിലുമൊക്കെ തകരാറുകൾ വേറെ ഉണ്ടോ നമുക്കറിയില്ല. പക്ഷേ സമഗ്രമായ അന്വേഷണം വേണ്ട കേസാണോ എന്ന് തോന്നുന്നു. കാരണം വരുന്ന വിവരങ്ങൾ അത്തരത്തിൽ ഗൗരവമുള്ളത് തന്നെയാണ്. അതിൽ എന്ത് നടപടി ഉണ്ടാകുമെന്നാണ് ഇനി അറിയേണ്ടത്. നമ്മൾ ഇന്ന് പകൽ ചർച്ച ചെയ്ത ഒരു പ്രധാന റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. സംസ്ഥാനത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്കെതിരായ വലിയ മുന്നറിയിപ്പുമായി പെരിയ കേസിലെ സുപ്രധാന വിധി. കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത CPM നേതാക്കൾ ഉൾപ്പെടെ 14 പേർ കുറ്റക്കാരാണെന്ന് വിചാരണ കോടതി കണ്ടെത്തി. പ്രതികളെ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഇറക്കിക്കൊണ്ടുപോയ മുൻ MLA KV കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ളവർക്ക് അടുത്ത വെള്ളിയാഴ്ചയാണ് വിചാരണ കോടതി ശിക്ഷ വിധിക്കുന്നത്. കൊലപാതക രാഷ്ട്രീയത്തിന് അറുതിയില്ലേ എന്നാണ് പൊതുജനം ചോദിക്കുന്നത്. 6 വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ എത്തിയ വിധി. ശരത് ലാലിനും കൃപേഷിനും നീതി കിട്ടിയോ എന്ന ചോദ്യത്തിന് ഭാഗികമായി മാത്രം എന്നാണ് ഉത്തരം. വിധി വന്ന ശേഷം വാദിഭാഗത്ത് കാര്യമായ സന്തോഷമില്ല. ഒന്നാം പ്രതിയും കൊലപാതകത്തിന്റെ മുഖ്യ ആസൂത്രകനുമായ CPIM പെരിയ ലോക്കൽ കമ്മിറ്റി മുന്നംഗം A പീതാംബരനടക്കം 14 പ്രതികളെയാണ് പ്രത്യേക CBI കോടതി കുറ്റക്കാരായി കണ്ടെത്തിയത്. 10 പ്രതികളെ കോടതി വെറുതെ വിട്ടു. 1 മുതൽ 8 വരെ പ്രതികൾക്കെതിരെ കൊലപാതകം, ഗൂഢാലോചന, തെളിവ് നശിപ്പിക്കൽ, നിയമവിരുദ്ധമായി സംഘം ചേരൽ, കലാപം സൃഷ്ടിക്കൽ, മാരകായുധങ്ങൾ ഉപയോഗിച്ച് ഉപദ്രവം, തടഞ്ഞു നിർത്തൽ തുടങ്ങിയ വകുപ്പുകൾ നിലനിൽക്കുമെന്ന് കോടതി കണ്ടെത്തി. 10-15 പ്രതികൾക്കെതിരെ ഗൂഢാലോചന തെളിഞ്ഞതിനാൽ പ്രധാന പ്രതികൾക്കുള്ള ശിക്ഷ അവരും അനുഭവിക്കേണ്ടി വരും. ഉദുമ മുൻ MLA KV കുഞ്ഞിരാമനും കുറ്റക്കാരനാണെന്ന് CBI കോടതി വിധിച്ചു. കേസിലെ പ്രതികളെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും മോചിപ്പിച്ച കുറ്റമാണ് KV കുഞ്ഞിരാമൻ ഉൾപ്പെടുന്ന 14, 20, 21, 22 പ്രതികൾക്കെതിരെ തെളിഞ്ഞത്. നേതാക്കൾ ശിക്ഷിക്കപ്പെട്ടെങ്കിലും പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന കൊലക്കുറ്റം, ഗൂഢാലോചന പോലെയുള്ള വകുപ്പുകൾ അവർക്കെതിരെ തെളിയിക്കാനാകാത്തത് CPIMന് ആശ്വാസകരമാണ്. പോലീസ് കസ്റ്റഡിയിൽ നിന്നും പ്രതികളെ മോചിപ്പിച്ചു എന്നുള്ള കുറ്റം ജാമ്യത്തിൽ നിന്നുകൊണ്ട് തന്നെ അപ്പീലിന് പോകാവുന്നതുമാണ്. അതായത് CPIM നേതാക്കൾ ഇരുമ്പഴിക്കുള്ളിൽ കിടക്കേണ്ടി വരില്ല എന്ന് സാരം. കേസിൽ ക്രൈംബ്രാഞ്ച് പ്രതി ചേർത്ത 14 പേരിൽ 10 പേരും CBI പ്രതി ചേർത്ത 10-ൽ 4 പേരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. IPC 225 പ്രകാരമുള്ള കുറ്റം തെളിഞ്ഞെങ്കിലും K മണികണ്ഠൻ, KV കുഞ്ഞിരാമൻ, രാഘവൻ വെളുത്തോളി, KV ഭാസ്കരൻ എന്നിവർക്ക് ശിക്ഷ വിധിക്കുന്നതുവരെ ജാമ്യത്തിൽ തുടരാം. ശിക്ഷാവിധി കേട്ട ശേഷം 1-2 പ്രതികൾ മാത്രമാണ് വൈകാരികമായി പ്രതികരിച്ചത്. മറ്റുള്ളവർ കുടുംബ പ്രാരാബ്ധങ്ങൾ പറഞ്ഞ് ശിക്ഷയിൽ പരമാവധി ഇളവ് നേടാനാണ് ശ്രമിച്ചത്. കുറഞ്ഞ ശിക്ഷ ഉറപ്പാക്കി ജയിൽ ഒഴിവാക്കിയ ആശ്വാസം നേതാക്കളുടെ ശരീരഭാഷയിലും കണ്ടു. വിധി വന്നതിന് പിന്നാലെ രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾ കനക്കുകയാണ്. ഇരുകൂട്ടരും അപ്പീലുമായി മേൽക്കോടതിയിലേക്ക് വൈകാതെ നീങ്ങും. പെരിയ ഇരട്ടക്കൊലക്കേസ് വിധിയോടെ സംസ്ഥാനത്തെ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അറുതി വരുമോ എന്നുള്ളതാണ് ഉയരുന്ന ചോദ്യം. എന്നാൽ അതിനുള്ള സാധ്യതയുണ്ടെന്ന് 100% ഉറപ്പിച്ച് പറയാനാകില്ല. കാരണം കൊന്നവർ മാത്രമാണ് അകത്തേക്ക് പോകുന്നത്. കൊല്ലിച്ചവർ ഇപ്പോഴും പുറത്തു തന്നെയുണ്ട്.
ക്യാമറാമാൻ വിഷ്ണു കച്ചേരിക്കൊപ്പം എസ് ശ്രീകാന്ത്, 24 കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. നേരത്തെ റിപ്പോർട്ട് ചെയ്ത വയനാട്ടിലെയും ഇപ്പോൾ പെരിയയിലെയും ഈ രണ്ട് റിപ്പോർട്ടുകളോടും വളരെ സജീവമായ പ്രതികരണം പ്രേക്ഷകരിൽ നിന്നുണ്ടാകുന്നുണ്ട്. പാർട്ടിക്കാർ ചെയ്യുന്ന കുറ്റങ്ങൾ പാർട്ടി തന്നെ അന്വേഷിക്കുന്നു, എന്നിട്ട് തെളിവില്ല എന്ന് പറയുന്നു. ഇത് എനിക്ക് തോന്നുന്നു വയനാട്ടിലെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ആ റിപ്പോർട്ടിനോടുള്ള പ്രതികരണമാണ്. ഇത് കോൺഗ്രസ് അന്വേഷിക്കുമെന്ന് ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല. അന്വേഷണം ആവശ്യപ്പെടും എന്ന് DCC പ്രസിഡന്റ് പറഞ്ഞതേ ഉള്ളൂ. അത് ആരോപണം പരാതി എന്ന മട്ടിൽ വന്നാൽ അത് പാർട്ടി ആയിരിക്കില്ല, ഒരുപക്ഷെ പോലീസ് അന്വേഷണമായിരിക്കും അതിൽ വേണ്ടി വരിക എന്ന് തോന്നുന്നു. അതിൽ ഒരുപക്ഷെ അടുത്ത മണിക്കൂറിൽ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ വരുമായിരിക്കും. രാഷ്ട്രീയ കൊലപാതകം ചെയ്യാൻ കൂട്ടുനിൽക്കുന്ന പാർട്ടികളെ തെരഞ്ഞെടുപ്പിൽ വിലക്കുക, അപ്പോൾ കുറെ മാറ്റം വരുമെന്നാണ് ജോസ്വിൻ ജോസഫ് പറയുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ വിലക്കാൻ കഴിയുമോ എന്നറിയില്ല. പക്ഷേ എന്തുകൊണ്ട് രാഷ്ട്രീയ കൊലപാതകങ്ങളിൽ നിന്ന് രാഷ്ട്രീയക്കാർ, പാർട്ടി നേതാക്കളൊക്കെ പിന്മാറുന്നില്ല? അതാണ് നമ്മൾക്ക് ചോദിക്കാനുള്ളത്. ഈ ഇപ്പോൾ വന്ന പെരിയയിലെ വിധിയൊക്കെ അങ്ങനെ കൊലപാതകം ചെയ്യാൻ ഇറങ്ങുന്നവർക്കൊക്കെ ഉള്ള ശക്തമായ താക്കീതായി മാറുമായിരിക്കാം. വെള്ളിയാഴ്ച അതിൻ്റെ പ്രതികളുടെ ശിക്ഷ കൂടി വരാനിരിക്കുന്നതേ ഉള്ളൂ. റീന സതീശൻ പറയുന്നു, എല്ലാ കുറ്റവും തെളിഞ്ഞാൽ മാത്രം പോരാ, കഠിന ശിക്ഷയും നൽകണം, എന്നാലേ ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് അല്പമെങ്കിലും അറുതി വരൂ എന്നാണ് പറയുന്നത്. അത് നോക്കാം നമുക്ക്. വെള്ളിയാഴ്ച ഇനി കോടതി എന്താണ് ശിക്ഷ വിധിക്കാൻ പോകുന്നത്? 8 പ്രതികളുടെ കാര്യത്തിൽ കൊലക്കുറ്റം തെളിഞ്ഞിട്ടുണ്ട്, ഗൂഢാലോചനയും തെളിഞ്ഞിട്ടുണ്ട്. അവർക്ക് പരമാവധി ശിക്ഷ നൽകണമെന്ന് പ്രോസിക്യൂഷൻ വാദിക്കുകയും ചെയ്യും. അതിൽ എന്തെങ്കിലും കൂടുതൽ നടപടികൾ ഉണ്ടാകുമോ എന്നൊക്കെയാണ് അറിയേണ്ടത്. എന്തായാലും വളരെ സജീവമായ ചർച്ച പ്രേക്ഷകരുടെ ഭാഗത്തുണ്ടാകുന്നുണ്ട് എന്നതും സന്തോഷം നൽകുന്നു. ഇപ്പോൾ വരുന്ന മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ആലുവയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിജിലൻസിന്റെ പിടിയിലായി. താസുറുദ്ദീനാണ് പിടിയിലായത്. YS അഭിനന്ദ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകും. അഭിനന്ദ്, എങ്ങനെയാണ് ഈ ഉദ്യോഗസ്ഥൻ പിടിയിലായത്? സ്ഥിരം കൈക്കൂലിക്കാരനെന്ന പരാതി ഉള്ള ഒരാളാണോ ഈ പിടിയിലായ താസുറുദ്ദീൻ? വിജയകുമാർ, ഇന്ന് വൈകിട്ട് 5:30 ആലുവ പാലസിനടുത്ത് വെച്ച് വിജിലൻസിന് പിടിയിലായിരിക്കുന്ന ഇയാൾ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറാണ്. ഇദ്ദേഹം ആലുവ ജോയിന്റ് RT ഓഫീസിലെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറായിട്ടുള്ള താസുറുദ്ദീനാണ് ഇപ്പോൾ വിജിലൻസിന്റെ പിടിയിലായിരിക്കുന്നത്. ഇയാൾ പതിവായി കൈക്കൂലി വാങ്ങുന്ന ആളാണെന്നാണ് വിജിലൻസിന് ലഭിച്ച രഹസ്യവിവരം. ആ രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനാണ് ഇപ്പോൾ വിജിലൻസിന്റെ പിടിയിലായിരിക്കുന്നത്. ഒരു സ്വകാര്യ വാഹനത്തിൽ വെച്ച് ഇദ്ദേഹം പോകുന്നത് ഒരാൾ വിവരം അറിയിക്കുന്നു. ഡ്രൈവിംഗ് സ്കൂളിൽ നിന്ന് ലഭിച്ച ഒരു വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിജിലൻസ് അന്വേഷണം നടത്തിയത്. ഡ്രൈവിംഗ് സ്കൂൾ നടത്തിപ്പുകാരിൽ നിന്ന് 7000 രൂപ ഇദ്ദേഹം വാങ്ങിയെടുത്തു. 7000 രൂപ വാങ്ങുന്ന സമയത്ത് വിജിലൻസ് കൃത്യസമയത്ത് തന്നെ അവിടെ എത്തി ഇദ്ദേഹത്തിനെ പിടിയിലാക്കുന്ന സാഹചര്യമാണ്. ദൃശ്യങ്ങളിൽ തന്നെ വളരെ വ്യക്തമാണ്. ഇദ്ദേഹം നിരന്തരമായി ഇത്തരത്തിലേക്ക് പൈസ പല സ്വകാര്യ ഡ്രൈവിംഗ് സ്കൂളിൽ നിന്നും വാങ്ങിക്കുന്നു എന്നാണ് വിജിലൻസ് വ്യക്തമാക്കുന്നത്. ഇനി ഇദ്ദേഹത്തിനെതിരെ വകുപ്പ് നടപടിയിലേക്കടക്കം മോട്ടോർ വാഹന വകുപ്പ് കടക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. എന്തായാലും ഇദ്ദേഹം ഒരു ചെറിയ മീനല്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. വിജയകുമാർ. ആലുവയിലാണ് കൈക്കൂലി വാങ്ങുന്നതിനിടെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ വിജിലൻസിന്റെ പിടിയിലായത്. താസുറുദ്ദീനാണ് പിടിയിലായത്. YS അഭിനന്ദാണ് വിശദാംശങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട റിപ്പോർട്ടിലേക്ക്. അശാസ്ത്രീയമായ റോഡ് നിർമ്മാണവും മതിയായ സുരക്ഷയില്ലാത്തതുമൂലം എല്ലാ ദിവസവും അപകടങ്ങൾക്ക് സാക്ഷിയാകേണ്ട ഗതികേടിലുമാണ് തിരുവനന്തപുരം പഴശ്ശുവക്കിലെ മനുഷ്യർ. കഴിഞ്ഞ ഒരു മാസത്തിനിടെ മാത്രം ഇവിടെ ഉണ്ടായത് 12 അപകടങ്ങളാണ്. ഇതിൽ ഒരാളുടെ ജീവൻ നഷ്ടപ്പെട്ടിട്ടും അധികൃതർക്ക് കണ്ട ഭാവമേയില്ല. നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ പാറശാല പരശുവക്കലിലാണ്. കഴിഞ്ഞ കുറച്ചു ദിവസത്തിനിടയിൽ മാത്രം ഈ പ്രദേശത്ത് നടന്ന അപകടങ്ങളുടെ CCTV ദൃശ്യങ്ങളൊന്ന് കണ്ടുവരാം. പരശുവക്കൽ ജംഗ്ഷൻ കേന്ദ്രീകരിച്ചുള്ള 100 മീറ്റർ പരിധിയിലുണ്ടായ അപകടങ്ങളാണ് ഇതെല്ലാം. കഴിഞ്ഞ ഒരു മാസത്തിനിടെ 1ഉം 2ഉമല്ല, ഉണ്ടായ അപകടങ്ങൾ 12. ദിവസങ്ങൾക്ക് മുൻപാണ് റോഡ് മുറിച്ചു കടക്കുന്നതിനിടെ പാറക്കുട്ടിയമ്മ എന്ന 85-കാരി ബൈക്ക് ഇടിച്ച് മരിച്ചത്. ദിശ മാറിയെത്തിയ ബൈക്ക് യാത്രികനെ ആംബുലൻസ് ഇടിച്ച് വലിച്ചിഴച്ചു കൊണ്ടുപോകുന്ന ദൃശ്യവും പേടിപ്പിക്കുന്നതായിരുന്നു. ഇന്നലെയും ഉണ്ടായി അപകടം. മറുവശത്തേക്ക് കടക്കവേ ബൈക്ക് യാത്രികനെ ഇടിച്ചു തെറിപ്പിച്ചു. സ്കൂളും കോളേജും ആശുപത്രികളും എല്ലാം 1 കിലോമീറ്ററിനുള്ളിൽ പ്രവർത്തിക്കുന്നു. തിരക്കേറിയ ജംഗ്ഷനിൽ ഒരു സുരക്ഷാ സംവിധാനവുമില്ല. ട്രാഫിക് സിഗ്നൽ സ്ഥാപിക്കണമെന്ന നാട്ടുകാരുടെ ആവശ്യത്തിന് വർഷങ്ങൾ പഴക്കം. ഇത് അവിടെ സിഗ്നലിൻ്റെ ഇത് വച്ചിട്ടില്ല.
അപ്പം അത് പൊക്കം അത് ചിലപ്പോൾ കൂടെ പൊക്കം ഉണ്ടായിരുന്നെങ്കിൽ ഈ അപകടം കുറച്ച് മാറുമായിരുന്നു. സിഗ്നലൊന്നുമില്ല, പെട്ടെന്ന് വന്ന് വളവിൽ വന്ന് കയറുന്നതാണ് അവിടെ. അതിൻ്റെ ഒരു ഇത് വെക്കണം നമ്മൾ കുറേ കാലം കൊണ്ട് ഇവിടെ പറയുന്നുണ്ട്, ആരും തിരിഞ്ഞു നോക്കുന്നില്ല. ഒരു വശത്തു നിന്ന് നോക്കിയാൽ മറുവശം കാണാത്ത വലിയ വളവും ആ വളവിനോട് ചേർന്ന് സുരക്ഷാ വേലിയില്ലാത്ത കുളവും അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. മുഖ്യ ദിവസങ്ങളിൽ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടാവാറുണ്ട്. ഇവിടെ ഒരു സ്പീഡ് കൺട്രോളർ വളരെ അത്യാവശ്യമാണ്. ഒരു 4-5 അപകടങ്ങളുണ്ടായി. ഇപ്പോഴും ഈ ഇടയ്ക്ക് ഒരു ആഴ്ച ആയതേ ഉള്ളൂ, ഒരു സ്ത്രീ റോഡ് മുറിച്ച് കിടക്കുന്നതിനിടയ്ക്കിട്ട് ഒരു മോട്ടോർ സൈക്കിൾ വന്നിടിച്ചു. അപകടങ്ങൾ തുടർക്കഥയായതോടെ വിഷയം സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. സംസ്ഥാനത്തെ നിരത്തുകളിലുണ്ടാവുന്ന അപകടങ്ങളുടെ പ്രധാന കാരണം അമിതവേഗവും അശ്രദ്ധയുമാണ്. അതുപോലെ തന്നെയാണ് അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം കൊണ്ടുണ്ടാകുന്ന അപകടങ്ങളും. അതിന് ഉത്തരവാദികൾ സർക്കാരാണ്. പരിഹാരം കണ്ടെത്തേണ്ടതും മറ്റാരുമല്ല. ക്യാമറാമാൻ വിപിൻ വേളിക്കൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. അപകടങ്ങൾ തുടർക്കഥയായിട്ടും അധികൃതർ ഇടപെടുന്നില്ല എന്നാണ് നാട്ടുകാരുടെ പരാതി. കൂടുതൽ പ്രതികരണങ്ങൾ കാണും. ഒന്നാമത് വണ്ടി ഓവർ സ്പീഡാണ്. ഇവിടെ അപകടത്തിൻ്റെ ഒരു സിഗ്നലുകളോ അങ്ങനെ ഒരു ഇതുമില്ല. നല്ല വളവായിട്ട് പോലും അവിടെ നിന്ന് വണ്ടിയൊക്കെ നല്ല സ്പീഡായിട്ടാണ് വരുന്നത്. അത് പിന്നെ തമിഴിൻ്റെ ബസ്സൊക്കെ ആണെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല, നമ്മൾ ഒതുങ്ങി നിന്നേ പറ്റൂ. ട്രാഫിക് ഇല്ല. സ്കൂട്ടറിൽ പോകണത് കണ്ട പേടിച്ചു, നമ്മളെ ഇവിടെ ഇരുന്നാൽ പേടിച്ചു, അത്ര സ്പീഡിലാണ് പോകണത്. അപകടത്തിൻ്റെ കാരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 റോഡാണ്. ആ റോഡിൽ നിന്ന് വന്ന് കയറുമ്പോൾ ആൾക്കാർ നോക്കാതെ വരുന്നത് കൊണ്ട് വരുന്ന അപകടങ്ങളാണ്. ഒരു സിഗ്നൽ അത്യാവശ്യമാണ്. ഇപ്പോൾ IC ബാലകൃഷ്ണൻ MLA സംസാരിക്കുന്നുണ്ട്. വയനാട്ടിൽ DCC ട്രഷററുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ഉയർന്ന ആരോപണങ്ങൾക്ക് അദ്ദേഹം മറുപടി പറയും. നീതിയുക്തമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ആദ്യം നമ്മൾ കൊടുക്കേണ്ടത് പോലീസിലാണ്. ഞാൻ തിങ്കളാഴ്ച രാവിലെ വയനാട് SP-ക്ക് നീതിപൂർവമായ അന്വേഷണം നടത്തുന്നതിന് വേണ്ടി പരാതി നൽകും. മാത്രമല്ല, ഇന്ന് ഞാൻ കണ്ടു ഒരു വ്യാജ എഗ്രിമെൻ്റ്. ഞാൻ 2011 ഇവിടുത്തെ നിയമസഭാ സാമാജികനായി എന്നെ തിരഞ്ഞെടുക്കപ്പെട്ടതാണ്. 11 മുതൽ 15 വരെ 5 വർഷം, 16 മുതൽ 21 വരെ 5 വർഷം, 10 വർഷം. ഇപ്പോൾ 21 മുതൽ 24 3.5 വർഷം കഴിഞ്ഞു. ഇന്നും നീതിപൂർവമല്ലാതെ അഴിമതിക്ക്, കൊള്ളയടിക്ക് ഒന്നും കൂട്ടുനിൽക്കാത്ത വ്യക്തിയാണ്. മാത്രമല്ല, 2016 എൻ്റെ നേതാക്കൾ, കേരള ബ്രദേഴ്സ് കോൺഗ്രസ് കമ്മിറ്റി എന്നെ വയനാട് ജില്ലയുടെ കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വ സ്ഥാനത്ത് പ്രസിഡൻ്റായി നിയോഗിക്കുകയുണ്ടായി. 5 വർഷം നീതിപൂർവം തന്നെയാണ് പാർട്ടിയെ വളർത്തുന്നതിന് വേണ്ടി, പാർട്ടിയെ സംഘടിപ്പിക്കുന്നതിന് വേണ്ടി, തെരഞ്ഞെടുപ്പിൽ നേരിടുന്നതിന് വേണ്ടി അഴിമതിയില്ലാതെ സുതാര്യമായി ഞാൻ നേതൃത്വം കൊടുത്തത്. അല്ല, അതല്ലേ ഞാൻ പറയുന്നത്. എൻ്റെ അടുത്തുള്ള രേഖകൾ വെച്ച് ഇപ്പം വ്യാജ ഒരു എഗ്രിമെൻ്റ് ഞാൻ കണ്ടു. ഏതൊരു പീറ്റർ മാഷ്. ഞാൻ ചോദിക്കട്ടെ, പീറ്റർ മാഷും പ്രിയപ്പെട്ട ബിജുവേട്ടനായിട്ടൊരു എഗ്രിമെൻ്റ് വെക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ പീറ്റർ മാഷ് എന്നോടൊന്നും ചോദിക്കേണ്ടത്, ഞാൻ DCC പ്രസിഡൻ്റ് അല്ലേ? അങ്ങനെ ഒരാളുടെ പേരുപയോഗപ്പെടുത്തി പണം തട്ടുന്ന ഉപജാത സംഘത്തെ നിരോധിച്ചില്ലെങ്കിൽ, നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്നില്ലെങ്കിൽ ജനാധിപത്യ മൂല്യങ്ങൾക്ക് അതിന് മൂല്യമില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ അർബൻ ബാങ്കുമായി ബന്ധപ്പെട്ടുള്ള നിയമനങ്ങൾ, കൊള്ളകൾ അവസാനിപ്പിക്കണമെന്നുള്ള നിലപാട് സ്വീകരിച്ച വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എനിക്ക് ഒരുപാട് ശത്രുക്കളുണ്ട്. കഴിഞ്ഞ അർബൻ ബാങ്കിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കറിയാം എന്തൊക്കെ പ്രചരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്, എന്തൊക്കെ പ്രതിസന്ധികളാണ് ഉണ്ടായിട്ടുള്ളത്. ആ അർബൻ ബാങ്ക് ഇപ്പോൾ പാർട്ടിയുടെ കീഴിൽ സുരക്ഷിതമാണ്. അതാണ് ഇവിടുത്തെ പാർട്ടിയും ജനങ്ങളും ആഗ്രഹിക്കുന്നത്. ഇപ്പോൾ നീതിപൂർവം പ്രവർത്തിക്കുന്ന ഞാൻ ചില കാര്യങ്ങളിൽ, യോജിക്കാൻ പറ്റാത്ത കാര്യങ്ങളിൽ ഞാൻ വിയോജിപ്പ് പ്രകടിപ്പിക്കുമ്പോൾ എന്നെ പ്രതികൂട്ടിലാക്കി, എന്നെ കുറ്റക്കാരനാക്കി, വ്യാജേന ചമച്ച് മറ്റു മേഖലകളിൽ മോശമാക്കുന്ന സമീപനമാണ് ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്.
ഞാൻ ചോദിക്കട്ടെ, ഇപ്പോൾ ഇറക്കിയത് 1,18,00,000 രൂപ 7 പേരിൽ നിന്നും DCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് എനിക്ക് വാങ്ങിച്ചു തന്നു എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ആ ജോലി ലഭിക്കാത്ത ഏതെങ്കിലും ഉദ്യോഗാർത്ഥികൾ എന്നെ സമീപിക്കില്ലേ? അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ വരത്തില്ലേ? അല്ലെങ്കിൽ ഞാൻ കഴിഞ്ഞതിന് ശേഷം വന്ന DCC ഇല്ലേ, KPCC ഇല്ലേ, ഇവിടെ നീതിന്യായ കോടതിയില്ലേ, ഇവിടെ പോലീസ് വ്യവസ്ഥകളില്ലേ? ഒരു പരാതി അവർ കൊടുക്കൂലേ? ഒരു പരാതി അവർ കൊടുക്കില്ലേ? അതുകൊണ്ട് ഇത് സമഗ്രമായ അന്വേഷണം വേണം, രണ്ട് തരത്തിൽ. മറ്റൊന്ന്, ഈ സുൽത്താൻ ബത്തേരി സഹകരണ ബാങ്കിലെ നിയമനവുമായി ബന്ധപ്പെട്ട് NM വിജയൻ KPCC പ്രസിഡന്റിന് അന്ന് കൊടുത്ത പരാതിയാണ്. ഇങ്ങനൊരു പരാതി താങ്കൾ ശ്രദ്ധപ്പെട്ടിട്ടുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, ആ പരാതി എന്ന് പറഞ്ഞ എന്താണ്? ആ പരാതി പറഞ്ഞത് DCC നിരവധി പരിപാടികൾ നടത്തി, DCCക്ക് വലിയ സാമ്പത്തിക ബാധ്യത വന്നു. ആ സാമ്പത്തിക ബാധ്യത പരിഹരിക്കുന്നതിന് വേണ്ടി മറ്റുള്ളവരിൽ നിന്ന് പണം ശേഖരിച്ചു കൊടുത്തു. ആ പണം നിയമനത്തിൽ കൂടി തിരിച്ചു കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ല, DCC പ്രസിഡന്റ് സമ്മതിച്ചില്ല എന്നും പറഞ്ഞ പരാതി. ഞാൻ ചോദിക്കട്ടെ, വളരെ ഉത്തരവാദിത്തോടു കൂടി ജനങ്ങളിൽ നിന്നും പ്രവർത്തകരിൽ നിന്നും പിരിച്ചെടുത്ത പണം കൊണ്ടാണ് 5 വർഷം DCC പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ എൻ്റെ പ്രസ്ഥാനത്തെ നയിച്ചത്. ഞാൻ പ്രസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയിൽ 0 അക്കൗണ്ട് ആയിരുന്നു. നിങ്ങൾക്ക് പരിശോധിച്ചാൽ അറിയാം. ആ ബാങ്ക് ബാലൻസ് വെച്ചാണ് ഞാൻ അടുത്ത DCC പ്രസിഡന്റ് ND അപ്പച്ചന് ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുന്നത്. പിന്നെ എന്തിനാണ് ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം വാങ്ങുന്നത്? അങ്ങനെ പണം വാങ്ങുന്ന ഉപജാതക സംഘം ഉണ്ടെങ്കിൽ അവരെ കണ്ടെത്തണമെന്നുള്ളതാണ്. ഇത് എവിടെ വരെ പോയാലും ഞാൻ പോവും. മാത്രമല്ല, നീതിയുക്തമായ അന്വേഷണം എനിക്ക് ആവശ്യമാണ്. കാരണം എന്നെ വേട്ടയാടുകയാണ്. എന്നെ കഴിഞ്ഞ ഒരു 6 വർഷക്കാലമായിട്ട് എന്നെ വേട്ടയാടുകയാണ്. ആ വേട്ട അവസാനിപ്പിച്ചിട്ടില്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. ഇനി NM വിജയൻ എന്ന് പറയുന്ന ആ പ്രിയപ്പെട്ട നേതാവിൻ്റെ ഗതി മറ്റൊരാൾക്ക് വരാൻ പാടില്ല എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടിയാണ് ഞാൻ തിങ്കളാഴ്ച രാവിലെ SP കാണുന്നത്. അതിനുശേഷം നീതിന്യായ കോടതിയായിട്ട് ഞാൻ സമീപിക്കും. സംഘത്തിന് ഇങ്ങനെ പിന്തുണ നൽകുന്ന ഉപജാപക സംഘത്തിന് പിന്തുണ ഇത്ര ശക്തമായ IC പോലും ഇങ്ങനെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുന്നത് എങ്ങനെയാണ്? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സമഗ്രമായ അന്വേഷണം അതിൻ്റെ അകത്ത് വേണം. ആരൊക്കെയാണ് പണം കൊടുത്തിട്ടുള്ളത്? എന്തിനു വേണ്ടിയാണ്? ആരാണ് പണം വാങ്ങിയത്? പണം കൊടുത്തവനും പണം വാങ്ങിയവനും കുറ്റക്കാരായി മാറേണ്ട രീതിയിലേക്ക് നിയമസാധ്യതകൾ കൊണ്ടുവരാനുള്ള നടപടിയാണ് ഉണ്ടാകേണ്ടത്. ഒരാൾ പോലും സമീപിച്ചിട്ട് പറയട്ടെ. ഞാൻ ചോദിച്ചു, ഇവിടുത്തെ ഉദ്യോഗാർത്ഥികളൊക്കെ വിഡ്ഢികളാണോ? ആരെങ്കിലും ഒരാൾ ചെന്നിട്ട് 25 ലക്ഷം 20 ലക്ഷം ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാൻ? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ഇവിടെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്ന സമയത്ത് ഏതാണ്ട് 2 ലക്ഷം അഭ്യർത്ഥനകളിൽ ഇന്നും 20 വർഷമായിട്ടുള്ള എൻ്റെ ഫോൺ നമ്പർ കൃത്യമായി കാണിച്ചിട്ടുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഒരാൾ ചെന്ന് പണം ചോദിക്കുമ്പോൾ IC ബാലകൃഷ്ണൻ MLA പറഞ്ഞതിൻ്റെ പേരിൽ ഞങ്ങൾക്ക് പണം വേണമെന്ന് പറയുമ്പോൾ ആ ഉദ്യോഗസ്ഥർക്ക് എന്നെ വിളിക്കാലോ? അതുകൊണ്ട് ഇത്തരത്തിലുള്ള വാർത്ത അടിസ്ഥാനരഹിതമാണ്. ഞാൻ നീതിക്ക് വേണ്ടി പോരാടും. ഞാൻ എൻ്റെ പാർട്ടി KPCC പ്രസിഡന്റിന് കത്ത് നൽകും. വീണ്ടും അന്വേഷണം തുടരണം. യെസ്, അദ്ദേഹം IC ബാലകൃഷ്ണൻ MLA പ്രതികരിക്കുകയായിരുന്നു. ഈ ആരോപണങ്ങൾ തള്ളുകയാണ്. പുറത്തു വന്നത് ഉടമ്പടി, അത് വ്യാജ ഉടമ്പടിയാണ്. അതുകൊണ്ട് അന്വേഷണം ആവശ്യപ്പെട്ട് SP-യെ സമീപിക്കും, കോടതിയെ സമീപിക്കും. വേട്ടയാടലാണ്. ഉപജാപക സംഘം പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരണം എന്നൊക്കെയാണ് അദ്ദേഹം ആവശ്യപ്പെടുന്നത്. ഏതെങ്കിലും തരത്തിൽ സാമ്പത്തിക ഇടപാട് താനുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ചു പറയുന്നുണ്ട്. ഏതായാലും ഇതിൽ സമഗ്ര അന്വേഷണം DCC ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇപ്പോൾ IC ബാലകൃഷ്ണൻ, അദ്ദേഹത്തിനെതിരെയാണ് ആരോപണം. അദ്ദേഹവും ഇപ്പോൾ സമഗ്ര അന്വേഷണം ആവശ്യപ്പെടുകയാണ്. നമ്മൾ മറ്റു റിപ്പോർട്ടുകളിലേക്ക് വരും, ഇടവേളയ്ക്ക് ശേഷം. ജനാധിപത്യ വാർത്താ മണിക്കൂറിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വീണ്ടും സ്വാഗതം. ഈ വാർത്തകളോടുള്ള പ്രതികരണങ്ങൾ ധാരാളം വരുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ ഈ റോഡുമായി ബന്ധപ്പെട്ട പ്രശ്നത്തിലൊക്കെ വളരെ സജീവമായ ചർച്ച നടക്കുന്നുണ്ട്. ഒപ്പം ജാസ്മിൻ ജെയ്വിൻ ചോദിക്കുന്നു, ക്ഷേമ പെൻഷൻ തട്ടിയ ആളുകളെ പിരിച്ചുവിടുമോ എന്നുള്ളത്. നമ്മൾ അത് അടുത്ത റിപ്പോർട്ട് അതിൻ്റെ വിശദാംശങ്ങളാണ്. അതുപോലെ ക്രിമിനലുകൾക്ക് ജാമ്യം കൊടുക്കരുത്, സംവിധാനം എടുത്തു കളയണമെന്ന് അബ്ദുൾ റസാഖ് TP പറയുന്നു. ബൈക്കിൽ പോകുന്നത് കാണുമ്പോൾ തന്നെ പേടിയാകും, അതിൻ്റെ കാറ്റടിച്ചാൽ നടന്നു പോകുന്നവർ വീണു പോകും. ഈ റോഡ് അപകടങ്ങളുടെ കാര്യത്തിലാണ് എന്ന് തോന്നുന്നു. സീന
മുഹമ്മദാണ് ആ സന്ദേശം അയച്ചിരിക്കുന്നത്. ഈ നേരത്തെ നമ്മൾ പരശ്വകിലെ അപകടത്തിൻ്റെ കാര്യം പറഞ്ഞു. അവിടെ അപകടമുണ്ടാകുന്നത് എങ്ങനെയാണെന്ന് ഗതാഗത മന്ത്രി വന്ന് വാഹനം ഓടിച്ചു നോക്കി എന്നിട്ട് പറയും എന്നൊക്കെ അദ്ദേഹം ഒരു പരിഹാസ രൂപേണ പറയുന്നുണ്ട്. നിസാം കൊല്ലത്ത് നിന്നാണ് ആ സന്ദേശം അയച്ചിരിക്കുന്നത്. നേരത്തെ ഒരു ഉദ്യോഗസ്ഥൻ കൈക്കൂലി കേസിൽ പിടിയിലായ വാർത്ത, അതിനോട് വസന്തകുമാരി പ്രതികരിക്കുന്നത് നിയമം കർശനമായി പാലിക്കേണ്ടവർ ഇങ്ങനെ കാശ് വാങ്ങി പിടിയിലാകുന്നു എന്നതാണ് പറയുന്നത്. അങ്ങനെ ഈ വിഷയത്തിൽ എല്ലാ വിഷയങ്ങളിലും വളരെ സജീവമായ പ്രതികരണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ കോൺഗ്രസ് നേതാക്കന്മാരെ തെറ്റ് ചെയ്താൽ അവരെ സമൂഹത്തിന് മുന്നിൽ തള്ളിപ്പറയാൻ ഒരു മടിയുമില്ലാത്ത പാർട്ടിയാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന് നിസാം പ്രതികരിക്കുന്നുണ്ട്. അത്തരം രാഷ്ട്രീയ പ്രതികരണങ്ങളുമുണ്ട്. നേരത്തെ നമ്മൾ സൂചിപ്പിച്ച ആ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ നടപടിയെടുത്ത് കൃഷി വകുപ്പ് എന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ വരുന്നത്. അനധികൃതമായി പെൻഷൻ കൈപ്പറ്റിയ 29 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. അനർഹമായി കൈപ്പറ്റിയ തുക 18% പലിശ സഹിതം തിരിച്ചുപിടിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. ശ്രീജിത്ത് വിവരങ്ങൾ നൽകും തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, കൃഷി വകുപ്പ് സ്വീകരിച്ചിരിക്കുന്ന നടപടികളുടെ വിവരങ്ങൾ എന്തൊക്കെയാണ്? വിജയകുമാർ, സർക്കാർ സർവീസിലിരിക്കെ അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ 29 ജീവനക്കാരാണ് കൃഷി വകുപ്പിലുണ്ടെന്ന് കണ്ടെത്തിയിരിക്കുന്നത്. ഈ 29 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്യാനാണ് കൃഷിമന്ത്രി പി പ്രസാദ് നൽകിയ നിർദ്ദേശം. ഇതനുസരിച്ച് 29 പേരെ സസ്പെൻഡ് ചെയ്തിട്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങി. ഇതിൽ 6 പേർ 1.5 ലക്ഷത്തിലേറെ തുക ഈ അനർഹമായി കൈപ്പറ്റിയ ആളുകളാണ്. സയൻറ്റിഫിക് അസിസ്റ്റന്റ് മുതൽ കൃഷി വകുപ്പിൻ്റെ തോട്ടങ്ങളിലെ സ്ഥിരം തൊഴിലാളികൾ വരെയുള്ള ആളുകൾ ഇത്തരത്തിൽ അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയിട്ടുണ്ട്. ഇവർക്കെതിരെ നടപടിയെടുക്കാൻ നേരത്തെ തന്നെ സർക്കാർ ഒരു പൊതുനിർദ്ദേശം പുറപ്പെടുവിച്ചിരുന്നു. ഇങ്ങനെ നടപടിയെടുക്കുന്നതിനൊപ്പം തന്നെ ഇവർ കൈപ്പറ്റിയ തുക 18% പലിശയോടൊപ്പം തിരിച്ചുപിടിക്കണമെന്നാണ് ധനവകുപ്പിൻ്റെ സർക്കുലറുള്ളത്. ഇത് പാലിച്ചുകൊണ്ട് ഇവരെ സസ്പെൻഡ് ചെയ്യുകയും ഇവരിൽ നിന്ന് തുക തിരിച്ചുപിടിക്കാനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ സസ്പെൻഡ് ചെയ്യപ്പെട്ട 29 പേരിൽ 6 പേർ 1.5 ലക്ഷത്തിലേറെ രൂപ ഇത്തരത്തിൽ കാലങ്ങളായി കൈപ്പറ്റിക്കൊണ്ടിരിക്കുന്നവരാണ്. കൃഷി വകുപ്പ് ഇക്കാര്യത്തിൽ നടപടിയെടുക്കുകയാണ്. അതിന്റെ വിവരങ്ങളാണ് ശ്രീജിത്ത് പങ്കുവച്ചത് തിരുവനന്തപുരത്ത് നിന്ന്. കുറച്ചു നേരമായി പ്രേക്ഷകർ ചോദിക്കുന്ന ഒരു ചോദ്യം, കായംകുളത്തെ MLA-യുടെ മകൻ മയക്കുമരുന്നുമായി പിടിയിലായി എന്ന് കേൾക്കുന്നു, ഇത് സത്യമാണോ എന്നതാണ്. നമ്മൾ ആ റിപ്പോർട്ടിലേക്കാണ് പോകുന്നത്. കായംകുളം MLA യു പ്രതിഭയുടെ മകൻ കഞ്ചാവുമായി പിടിയിലായി. കനിവ് ആണ് കുട്ടനാട് എക്സൈസ് സ്ക്വാഡിന്റെ പിടിയിലായത്. സുഹൃത്തുക്കളോടൊപ്പം മദ്യപിക്കുമ്പോഴായിരുന്നു എക്സൈസിന്റെ പരിശോധന. മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകും ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, എന്താണ് സംഭവിച്ചത്? കനിവിനെ ജാമ്യത്തിൽ വിട്ടോ? വിജയകുമാർ, ഇന്ന് വൈകിട്ട് 4 മണിയോടെയാണ് സംഭവം. തകഴി ഒരു സംഘം മദ്യപിക്കുന്നു എന്നുള്ള വിവരം ലഭിച്ചു. വിരിപ്പാല, അതായത് തകഴി പഞ്ചായത്ത് 6ാം വാർഡിൽ വിരിപ്പാല എന്ന സ്ഥലത്ത് പാടശേഖരത്തിന് സമീപം 9 പേർ മദ്യപിക്കുകയാണെന്ന വിവരമാണ് എക്സൈസ് സ്പെഷ്യൽ സ്ക്വാഡിന് ലഭിക്കുന്നത്. അങ്ങനെ കുട്ടനാട് റേഞ്ചിലെ സ്പെഷ്യൽ സ്ക്വാഡ് അവിടെ എത്തി പരിശോധന നടത്തി. ഇവർ മദ്യപിക്കുകയായിരുന്നു. ദേഹപരിശോധനയിൽ ഇവരുടെ 9 പേരുണ്ടായിരുന്നു. അതിൽ അഭിഷേക് എന്ന കനിവിന്റെ സുഹൃത്തിന്റെ കയ്യിൽ നിന്നാണ് ഈ കഞ്ചാവ് കണ്ടെത്തിയിട്ടുള്ളത്. 9 പാക്കറ്റുകളായിരുന്നു. 10 ഗ്രാം വീതമുള്ള 9 പാക്കറ്റുകളായിരുന്നു. അങ്ങനെ 90 ഗ്രാമാണ് പിടികൂടിയിട്ടുള്ളത്. 9 പേരും കഞ്ചാവ് ഉപയോഗിച്ചിട്ടിരിക്കുകയായിരുന്നു എന്ന് അപ്പോൾ തന്നെ എക്സൈസിനോട് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു. മദ്യപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ 9 പേരെയും കസ്റ്റഡിയിലെടുത്തു. പിന്നീട് അറസ്റ്റ് രേഖപ്പെടുത്തി. 1 കിലോയ്ക്ക് മുകളിലാണെങ്കിലാണ് ജാമ്യം നിഷേധിക്കാൻ സാധിക്കുക. 1 കിലോയ്ക്ക് താഴെ ആയതുകൊണ്ട് മാത്രം ഇവർക്ക് ആൾജാമ്യത്തിന് പുറത്ത് 9 പേരെയും ജാമ്യത്തിൽ വിട്ടിട്ടുണ്ട്. നിലവിൽ കഞ്ചാവ് ഉപയോഗിച്ചാൽ പോലും എക്സൈസിന് കേസെടുക്കാവുന്നതാണ്. ആ സാഹചര്യത്തിലാണ് 90 ഗ്രാം കഞ്ചാവുമായി 9 പേരെ ആലപ്പുഴ കുട്ടനാട് റേഞ്ചിലെ സ്പെഷ്യൽ സ്ക്വാഡ് ഈ പുതുവത്സര ക്രിസ്മസ് ആഘോഷത്തിന്റെ ഭാഗമായി നടത്തിയ പരിശോധനയിൽ പ്രത്യേക വിവരം രഹസ്യവിവരം ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പിടികൂടിയത്. കനിവ് 21 വയസ്സ്, പ്രതിഭ കായംകുളം MLA യു പ്രതിഭയുടെ മകനും ഇക്കൂട്ടത്തിലുണ്ട്. വിജയകുമാർ. കഴിഞ്ഞ കുറേയേറെ സമയമായി ഈ ചോദ്യമാണ് കമന്റ് ബോക്സിൽ ചോദിച്ചത്. അതിന് ഉത്തരം കിട്ടി എന്ന് ഞാൻ കരുതുന്നു. കനിവ് ആണ് എക്സൈസ് സ്ക്വാഡിന്റെ പിടിയിലായത്. സുഹൃത്തുക്കളോടൊപ്പം മദ്യപിക്കുമ്പോഴായിരുന്നു എക്സൈസിന്റെ പരിശോധന. കനിവിനെ അറസ്റ്റ് രേഖപ്പെടുത്തി. പിന്നീട് സ്റ്റേഷൻ ജാമ്യത്തിൽ വിട്ടയക്കുകയും ചെയ്തു. കനിവിന്റെയും സംഘത്തിന്റെയും ഒപ്പം അവരുടെ കയ്യിൽ നിന്ന് കഞ്ചാവ് പിടികൂടി എന്നാണ് എക്സൈസ് സ്ക്വാഡ് അറിയിച്ചിരിക്കുന്നത്. വിശദാംശങ്ങളാണ് മനീഷ് മഹിപാൽ ആലപ്പുഴയിൽ നിന്ന് നൽകിയത്. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. കട്ടപ്പനയിലെ നിക്ഷേപകൻ സാബു തോമസിന്റെ മരണത്തിൽ ആരോപണ വിധേയരെ സംരക്ഷിക്കുകയാണ് പോലീസ്. CPM ജില്ലാ കമ്മിറ്റി അംഗം VR സജിയുടെ മൊഴി സാബുവിന്റെ മരണം നടന്ന ഒരാഴ്ച കഴിഞ്ഞിട്ടും രേഖപ്പെടുത്തിയിട്ടില്ല. ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്തിയ കട്ടപ്പന റൂറൽ ഡെവലപ്മെന്റ് സൊസൈറ്റി ജീവനക്കാരായ 3 പേർ ഒളിവിലായതിനാലാണ് അറസ്റ്റ് ചെയ്യാത്തതെന്നാണ് പോലീസിന്റെ വാദം. അന്വേഷണം ഇഴഞ്ഞു നീങ്ങുന്നതിൽ അതിരൂക്ഷ വിമർശനമാണ് കോൺഗ്രസും BJPയും ഉയർത്തുന്നത്. തന്റെ മരണത്തിന് ഉത്തരവാദികൾ കത്തിൽ പറയുന്നവരാണെന്ന് എഴുതി വെച്ച ശേഷമാണ് സാബു തോമസ് ജീവനൊടുക്കിയത്.
ആ ഉത്തരവാദികളെ സംരക്ഷിക്കുന്ന നിലപാട് പോലീസ് സ്വീകരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയതുകൊണ്ട് മാത്രം കാര്യമില്ല, അവരെ അറസ്റ്റ് ചെയ്യുക എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. സാബുവിന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിക്കുന്ന സൊസൈറ്റി സെക്രട്ടറി റെജി എബ്രഹാം, സീനിയർ ക്ലർക്ക് സുജമോൾ, ജൂനിയർ ക്ലർക്ക് ബിനോയ് എന്നിവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തിയിട്ട് 5 ദിവസം കഴിഞ്ഞു. എന്നാൽ ഇവരെ അറസ്റ്റ് ചെയ്യുന്ന നടപടിയിലേക്ക് പോലീസ് നീങ്ങിയിട്ടില്ല. മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് 3 പേരും ഒളിവിലെന്നാണ് പോലീസ് പറയുന്നത്. അറസ്റ്റ് ഒഴിവാക്കാൻ മുൻകൂർ ജാമ്യത്തിനുള്ള ശ്രമത്തിലാണ് 3 പേരും. ഇതിനു മുൻപ് അറസ്റ്റ് ചെയ്യാനുള്ള കാര്യമായ ശ്രമം പോലീസ് നടത്തുന്നുമില്ല. സാബു മരിക്കുന്നതിന്റെ തലേദിവസം CPIM ജില്ലാ കമ്മിറ്റി അംഗമായ VR സജി ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തിയിരുന്നു. സാബുവിന്റെ മരണശേഷം കുടുംബത്തിന്റെ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു VR സജിക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റം ചുമത്തണമെന്നത്. എന്നാൽ സംഭവം നടന്ന് ഒരാഴ്ച കഴിഞ്ഞിട്ടും VR സജിയെ ചോദ്യം ചെയ്യാൻ പോലും അന്വേഷണ സംഘം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. സജിയുടെ ഭീഷണി സന്ദേശം എത്തിയ സാബുവിന്റെ ഫോൺ ഫോറൻസിക് പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഇതിൽ നിന്നും തെളിവുകൾ കിട്ടിയ ശേഷം മാത്രമായിരിക്കും സജിക്കെതിരെ കേസെടുക്കുന്നതിൽ തീരുമാനം. സൊസൈറ്റിയിലെ മറ്റു ജീവനക്കാരുടെയും 4 ഭരണസമിതി അംഗങ്ങളുടെയും മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സാബുവിന്റെയും ഭാര്യയുടെയും പേരിലുള്ള അക്കൗണ്ടുകളുടെ വിവരങ്ങളും നിക്ഷേപിച്ചതും പിൻവലിച്ചതുമായ തുകകളെ സംബന്ധിച്ച വിവരവും അന്വേഷണ സംഘം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ്. പോലീസ് നടപടിക്കെതിരെ അതിരൂക്ഷ വിമർശനമാണ് കോൺഗ്രസും BJPയും ഉയർത്തുന്നത്. CPM ജില്ലാ കമ്മിറ്റി അംഗമായ VR സജിക്കെതിരെ നടപടി വൈകിയാൽ പ്രതിഷേധം കടുപ്പിക്കുമെന്ന മുന്നറിയിപ്പും കോൺഗ്രസും BJPയും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. രാഹുൽ വിജയൻ, 24 ഇടുക്കി. പൊതുജനം കഴുതയല്ല സാർ. തൃശൂരിലെ കേക്ക് വിവാദം ഒടുവിൽ ക്ലൈമാക്സിലേക്ക് എന്നാണ് സൂചനകൾ. സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും പിന്തുണ ലഭിക്കാതെ വന്നതോടെ വിവാദം അവസാനിപ്പിക്കുകയാണെന്ന് പറഞ്ഞ് VS സുനിൽകുമാർ നിലപാട് മയപ്പെടുത്തി. മേയർക്കെതിരായ സുനിൽകുമാറിന്റെ പരാമർശം CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജും തള്ളി. സുനിൽകുമാറിൻ്റെത് പക്വതയില്ലാത്ത പരാമർശമെന്നാണ് K സുരേന്ദ്രന്റെ വിമർശനം. കേക്ക് വിവാദം പറഞ്ഞു തുടങ്ങും മുമ്പ് അല്പം പിന്നോട്ടു പോകണം. ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന സമയം. തൃശൂരിലെ BJP സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയെ പ്രശംസിച്ച തൃശൂർ മേയർ MK വർഗീസ്. തെരഞ്ഞെടുപ്പ് തോൽവിക്ക് പിന്നാലെ CPI കടുത്ത അമർഷവുമായി രംഗത്ത്. മേയർ രാജിവെക്കണമെന്നടക്കം CPI ആവശ്യപ്പെട്ടു. അങ്ങനെ അസ്വാരസ്യങ്ങൾ പലതായി രൂപപ്പെട്ടു. ഒടുക്കം ഇടതുമുന്നണി ഇടപെട്ട് എല്ലാ പ്രശ്നങ്ങളും അവസാനിപ്പിച്ച് തൽക്കാലം വെടിനിർത്തലുണ്ടാക്കി. അങ്ങനെ എല്ലാം ശുഭകരമായി മുന്നോട്ട് പോകുന്നതിനിടയിലാണ് VS സുനിൽകുമാർ അടുത്ത വിവാദ ബോംബുമായി മുന്നോട്ട് വരുന്നത്. കേക്ക് വിവാദം. ക്രിസ്മസ് ദിനത്തിൽ BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനിൽ നിന്ന് തൃശൂർ മേയർ MK വർഗീസ് കേക്ക് വാങ്ങിയത് ആസൂത്രിതമാണെന്ന് പറഞ്ഞു തുടങ്ങിയ വിവാദം. മേയർക്ക് ചോറിവിടെയും കൂറവിടെയും എന്ന അതിരൂക്ഷ വിമർശനം. വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപ് മേയർ MK വർഗീസ് BJPയിലേക്ക് പോകുമെന്ന ധ്വനി പോലും ഉയർത്തുന്ന പരാമർശം. പക്ഷേ വിവാദത്തിന് കഷ്ടി ഒരു ദിവസത്തെ ആയുസ് മാത്രം. ചാട്ടുളി പോലെയുള്ള വിമർശനങ്ങൾ ചെയ്ത VS സുനിൽകുമാർ അക്ഷരാർത്ഥത്തിൽ ഒറ്റപ്പെട്ടു. ഇന്നലെ തന്നെ CPI കൗൺസിലർമാരടക്കം മേയറെ പിന്തുണച്ച് രംഗത്തെത്തി. ഇന്നാകട്ടെ VS സുനിൽകുമാറിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് ജില്ലാ നേതൃത്വവും രംഗത്തെത്തി. CPI ജില്ലാ നേതൃത്വം ഒരു പിടി കൂടി കടന്നുവെന്ന് വേണം പറയാൻ. അനാവശ്യമായ പരാമർശമായിപ്പോയെന്നും വിവാദം ഉണ്ടാക്കേണ്ടതില്ലെന്നും VS സുനിൽകുമാറിന് മുനവെച്ച് തന്നെ ഒരു വിമർശനം. വിവാദം മുറുക്കി പിടിച്ചാൽ മേയറും ഇടതു നേതൃത്വവും തമ്മിൽ ഭിന്നതയുണ്ടാകുമെന്നും അത് BJPയെ സഹായിക്കുമെന്ന വിലയിരുത്തലാണ് ഇടതുമുന്നണിക്കുള്ളത്. അതുകൊണ്ട് തന്നെ കൗൺസിലർമാർ നേരത്തെ തന്നെ സുനിൽകുമാറിനെ തള്ളി. ആ ക്ഷീണം തീരും മുൻപ് CPI ജില്ലാ നേതൃത്വവും കൈവിട്ടു. സുരേന്ദ്രനിൽ നിന്ന് മേയർ കേക്ക് വാങ്ങിയത് വ്യക്തിപരമായി കണ്ടാൽ മതിയെന്നും സുനിൽകുമാറിന്റെ പരാമർശം അനാവശ്യമാണെന്നും CPI ജില്ലാ സെക്രട്ടറി KK വത്സരാജ്. ഉത്സവങ്ങളിലും ആഘോഷങ്ങളിലൊക്കെ ആശംസകൾ കൈമാറുന്നതും അതുപോലെ തന്നെ മധുരം പങ്കുവയ്ക്കുന്നതും വ്യക്തിപരമായിട്ടുള്ള കാര്യമായിട്ട് മാത്രം കാണണം എന്നുള്ള അഭിപ്രായമാണുള്ളത്. അതിനെ രാഷ്ട്രീയമായി കാണേണ്ട കാര്യമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ CPIയുടെ അഭിപ്രായം. സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും പിന്തുണ ലഭിക്കാതെ വന്നതോടെ VS സുനിൽകുമാർ നിലപാട് മയപ്പെടുത്തി. ഞാൻ പറഞ്ഞ LDFന്റെ തീരുമാനപ്രകാരമാണല്ലോ അദ്ദേഹം മേയറായിരിക്കും. അതിനൊന്നും യാതൊരു പ്രശ്നമില്ലെന്ന്. അതൊക്കെ അതുപോലെ തുടരും. കറക്റ്റ് മറുപടി മാന്യമായ നിലയിൽ തന്നെ BJP പ്രസിഡന്റ് പറഞ്ഞിട്ടുള്ളൂ. പിന്നെ അതിന് വേറെ ഞാൻ അത് വിവാദമാക്കേണ്ട കാര്യമില്ല. VS സുനിൽകുമാറിന്റേത് പക്വതയില്ലാത്ത പ്രതികരണമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രനും വിമർശിച്ചു. ഞങ്ങളൊരു നല്ല കാര്യം ചെയ്തതിനെ എന്തിനാണ് വിമർശിക്കുന്നത്? സുനിൽകുമാർ വളരെ മോശമായിട്ടുള്ള ഒരു പ്രതികരണമാണ് നടത്തിയത്. അതിൽ നിന്ന് അദ്ദേഹത്തിന് പുറകോട്ടി പോകേണ്ടി വന്നത് പൊതുസമൂഹം അത് അംഗീകരിക്കുന്നില്ല എന്നുള്ളതുകൊണ്ട്. ക്രിസ്മസ് കഴിഞ്ഞും തുടർന്ന ക്രിസ്മസ് കേക്ക് വിവാദത്തിലൊടുക്കം മാൻഡി ക്ലൈമാക്സ്. വിവാദം തുറന്നുവിട്ടയാൾ തന്നെ വിവാദം അവസാനിപ്പിക്കുന്നു.
പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നുവെന്ന് പറയുമ്പോഴും കൂടുതലായി ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞ് അല്പം മയപ്പെടുത്തി മെല്ലെ മെല്ലെ പിൻവാങ്ങുകയാണ്. ഒറ്റപ്പെട്ടു പോയാൽ പിന്നെന്തു ചെയ്യാൻ? സുഹൈൽ മുഹമ്മദ്, 24 തൃശൂർ. പൊതുജനം കഴുതയല്ല സാർ. വയനാട്ടിൽ ആത്മഹത്യ ചെയ്ത കോൺഗ്രസ് നേതാവ് വിജയന്റെയും മകന്റെയും ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുകയാണ് എന്നാണ് ബീന ജയ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. കെ മുരളീധരൻ അവിടെ ഉണ്ട് എന്ന് ബീന ജയ് സന്ദേശത്തിൽ അറിയിക്കുന്നുണ്ട്. അതുപോലെ ഈ ഇടുക്കിയിലെ പോലീസ് നടപടി ഇഴഞ്ഞു നീങ്ങുന്നു എന്ന വിഷയത്തിൽ മൂക്കിന്റെ തുമ്പത്തുണ്ടായാലും പാർട്ടി പ്രവർത്തകനായാൽ ഒളിവിൽ എന്നാണ് പോലീസ് പറയുന്നത് എന്നൊരു പ്രതികരണം സ്നിക വസന്തിന്റെ ഒരു കമന്റ് ബോക്സിൽ നിന്ന് വരുന്നുണ്ട്. അത് ആ നിലയിൽ ഈ സാബു ചേട്ടൻ മരിച്ചിട്ട് ആ കുടുംബത്തിന് നഷ്ടമായി. അദ്ദേഹത്തെ മരിക്കാൻ പ്രേരിപ്പിച്ചവർ ഇപ്പോൾ നല്ല സുഖമായി ഉണ്ടുറങ്ങി നടക്കുന്നു എന്നാണ് ആശാ വി ഒരു വിമർശനമായി ചൂണ്ടിക്കാട്ടുന്നത്. അങ്ങനെ ധാരാളം പ്രതികരണങ്ങൾ ഈ വിഷയത്തിലൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറ്റു റിപ്പോർട്ടുകളിലേക്ക് വരും ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ഇടവേള കഴിഞ്ഞ് മടങ്ങിയെത്തുമ്പോൾ നമ്മൾ പോകുന്നത് തിരുവനന്തപുരത്തേക്കാണ്. അവിടെ ഏതു നിമിഷവും നിലം പൊത്താമെന്ന അവസ്ഥയിൽ നിൽക്കുന്ന ജലസംഭരണിയെ പേടിച്ചാണ് മുട്ടലവിള നിവാസികൾ താമസിക്കുന്നത്. ജീവന് ഭീഷണി ഉയർത്തുന്ന ഉപയോഗശൂന്യമായ ജലസംഭരണി പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ടിട്ടും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. നവകേരള സദസ്സിലും താലൂക്ക് അദാലത്തിലും പരാതി നൽകിയിട്ടും ഒരു മാറ്റവുമില്ല. പുളിമാത്ത് പഞ്ചായത്തിലെ 2ാം വാർഡായ മൊട്ടലിവിള നഗറിലാണ് ആളുകളുടെ ജീവന് ഭീഷണി ഉയർത്തി ഈ വാട്ടർ ടാങ്ക് നിൽക്കുന്നത്. വാട്ടർ ടാങ്കിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ടാൽ ഇതാണ്. ഈ കോൺക്രീറ്റ് എല്ലാം ഇളകി ദ്രവിച്ച് താഴേക്ക് വന്ന് കമ്പികൾ പോലും താഴേക്ക് കൂർത്ത് നിൽക്കുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത്. ഇതാണ് ഏറ്റവും താഴത്തെ കോൺക്രീറ്റിനുള്ളത്. മേളിൽ വാട്ടർ ടാങ്കുള്ള സ്ഥിതി അത് അവിടെയും ബീമുകളെല്ലാം കോൺക്രീറ്റ് അടർന്ന നിലയിലാണ്. ഇത്തരത്തിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന വാട്ടർ ടാങ്ക് പൊളിച്ചു മാറ്റണമെന്നാണ് ഈ പ്രദേശവാസികളുടെ ആവശ്യം. ഈ ആവശ്യമാണ് നിരന്തരം സർക്കാരിന് മുന്നിൽ അവർ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ആയിരത്തി 1989 അന്നത്തെ ജലവിഭവ മന്ത്രി ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തതാണ് പുളിമാത്ത് പഞ്ചായത്തിലെ 2ാം വാർഡിലെ മൊട്ടലിവിളയിലെ ഈ വാട്ടർ ടാങ്ക്. പട്ടികജാതി വിഭാഗങ്ങളുടെ താമസ കേന്ദ്രങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്ന പദ്ധതി പ്രകാരമാണ് ടാങ്ക് സ്ഥാപിച്ചത്. സമീപത്തെ കുളത്തിൽ നിന്ന് വെള്ളം പമ്പ് ചെയ്ത് ശുദ്ധീകരിച്ച് ടാങ്കിലെത്തിച്ചായിരുന്നു വിതരണം. എന്നാൽ ജലത്തിൽ ബാക്ടീരിയ സാന്നിധ്യം അനുവദനീയമായതിൽ കൂടുതൽ കണ്ടതോടെ 15 കൊല്ലം മുമ്പ് പമ്പിംഗ് നിലച്ചു. അന്നു മുതൽ ഈ ടാങ്ക് ഇങ്ങനെ നിന്ന് ദ്രവിക്കുകയാണ്. ഇതിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് ഇതിൻ്റെ അടിഭാഗം മൊത്തം ദ്രവിച്ച് അതിൻ്റെ കോൺക്രീറ്റുകളെല്ലാം ഇളകിപ്പോയി കമ്പികളെല്ലാം പുറത്ത് കാണത്തക്ക രീതിയിലാണ് ഇപ്പോൾ നിലവിലുള്ളത്. വർഷങ്ങൾ കൊണ്ട് ഇതിങ്ങനെയാണ് ഇവിടെ ഉള്ളത്. പല ആവർത്തി കംപ്ലൈൻ്റൊക്കെ ചെയ്തതാണ്. ഇതുവരെ അതിനൊരു പരിഹാര മാർഗം ഉണ്ടായിട്ടില്ല. അപ്പോൾ അതിനൊരു പരിഹാരമായിട്ട് ഇതെങ്ങനെയെങ്കിലും പൊളിച്ച് മാറ്റി സുരക്ഷിതമായിട്ട് അടുത്ത് താമസിക്കുന്നവർ സുരക്ഷിത ഉണ്ടാക്കണമെന്നാണ് അഭിപ്രായപ്പെടുന്നത്. ഒഴിഞ്ഞു മുടങ്ങി ഇടിഞ്ഞു മുടങ്ങി വീട് എന്നുള്ള പേടി, അടുത്തൊക്കെ വീടിരിക്കുകയല്ലേ, അതിനെന്തെങ്കിലും തീരുമാനം ഉണ്ടാകണം. എന്തെങ്കിലും ചെയ്താലേ അയലോകത്ത് കിടക്കണമെങ്കിൽ ഇനിയിപ്പം കിടക്കാനും എടുക്കാനും നോക്കുള്ളൂ. അപകടാവസ്ഥയിലായ വാട്ടർ ടാങ്ക് പൊളിച്ചു നീക്കണമെന്നാവശ്യപ്പെട്ട് വാട്ടർ അതോറിറ്റിയെയും പഞ്ചായത്തിനെയും സർക്കാരിനെയും പലതവണ സമീപിച്ചു. പക്ഷേ ഒന്നും സംഭവിച്ചില്ല. എൻ്റെ വീട് തൊട്ട് ചേർന്നാണ് എൻ്റെ വീട് ഇരിക്കുന്നത്. അത് ചേർന്നുകൊണ്ട് ഇതിൻ്റെ കമ്പിയും ഈ കോൺക്രീറ്റ് പൊട്ടിപ്പൊളിയാൻ ഏത് കാറ്റടിക്കുമ്പോഴും അതൊരു ഭീഷണിയായതിൻ്റെ മുകളിലാണ് നവകേരളയിൽ ഞാൻ ഈ പരാതി സമർപ്പിച്ചത്. പരാതി കൊടുത്തപ്പോൾ അതിന് അന്വേഷണത്തിന് അവർ നോക്കാമെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. അതിനൊരു റെസിപ്റ്റ് എൻ്റെ കയ്യിൽ തന്നു. അപ്പോൾ ഇതിനെ ഇടയ്ക്ക് വെച്ച് ഇലക്ഷന് മുമ്പ് ഇവിടെ MP മറ്റേ നമ്മളെ MLA വന്നപ്പോൾ ഞാൻ സംസാരിച്ചായിരുന്നു. അപ്പോഴവർ അതിനെക്കുറിച്ച് നോക്കാം എന്നുള്ള രീതിയിൽ എൻ്റെ അടുത്ത് പറഞ്ഞിട്ട് പോയി. പിന്നെ അതിനെക്കുറിച്ചുള്ള ഒരു അനുഭവം ഇല്ല. നമ്മളെ കൊണ്ട് ഒരു മാർക്കവും ചെയ്യത്തില്ല. ഇപ്പം തന്നെ ഒരു സെൻറ്റ് ഭൂമി കിടക്കണല്ല പഞ്ചായത്തിൽ തന്നെ വീടും കൂടെയാണ്. ഈ വീട് കൂടെ അപ്പോൾ എന്താണ് ചെയ്യുന്നത്? വയനാട്ടിൽ നടന്നിട്ട് എന്തൊരു കൊടുത്ത് ഒന്നും കൊടുത്തില്ല. അതേപോലെ ഈ സ്ഥിതി ഇത് പൊട്ടിക്കഴിഞ്ഞാൽ എവിടെ പോകുന്ന ആൾക്കറിയാം. മോള് ഇരിക്കണം, മോള് ഒരാൾ ഇരിപ്പുണ്ട്. ഈ നിൽക്കണം, ഇത് എങ്ങോട്ട് പോകും എങ്ങോട്ട് മറിയാന്ന് വെച്ചാൽ ആർക്കും പറയത്തുമില്ല. ഈ ബിൽഡിങ്ങിൻ്റെ ബീമുകളൊക്കെ തന്നെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ബീമുകളൊക്കെ തന്നെ വളരെ അതിൻ്റെ കോൺക്രീറ്റ് ഇളവി കമ്പികളൊക്കെ തന്നെ ദ്രവിച്ച് ഏത് സമയവും അപകടാവസ്ഥയിലായ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. വാട്ടർ അതോറിറ്റിയുടെ അധീനതയിലായതിനാൽ ടാങ്ക് പൊളിച്ചു നീക്കാൻ നടപടിയെടുക്കേണ്ടത് അവരാണ്. എന്തെങ്കിലും അപകടം സംഭവിച്ച ശേഷം പിന്നീട് കണ്ണീർ പൊഴിക്കുകയോ പ്രസ്താവന ഇറക്കുകയോ ചെയ്തിട്ട് കാര്യമില്ല. അതിനു മുമ്പ് തന്നെ ഒരു നല്ല പരിഹാരം കാണുകയാണ് സർക്കാരും വാട്ടർ അതോറിറ്റിയും ഒക്കെ ചെയ്യേണ്ടത്.
അത് ചെയ്യുമെന്ന പ്രതീക്ഷയിലാണ് ഇവിടുത്തെ നാട്ടുകാർ. കിളിമാനൂരിൽ നിന്ന് അഭിലാഷ് തൊഴുങ്കോടിനും മണിക്കുട്ടിനുമൊപ്പം ആർ ശ്രീജിത്ത്, 24. ഇവിടെ റീന സതീശൻ പറയുന്നു, ഇനി ആ വാട്ടർ ടാങ്ക് ആരുടെയെങ്കിലും തലയിൽ വീണ് ഒരു രക്തസാക്ഷി ഉണ്ടായാലേ അധികൃതർ കണ്ണു തുറക്കുള്ളൂ എന്ന്, ഇതിനു മുമ്പ് ആവശ്യമായതൊന്നും ചെയ്യരുത് എന്ന് പറയുകയാണ്. അപ്പോൾ അതാണ് അതിൽ നമുക്ക് പറയാനുള്ള അടിയന്തര ഇടപെടൽ ആവശ്യമുള്ള ഒരു വിഷയമാണ്. ദിനേശ് ഹരിപ്പാട് കുറച്ച് സമയമായ ഒരു കാര്യം അറിയിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു സഹപ്രവർത്തകൻ ഹിമാചൽ സ്വദേശി ഹവീൽദാർ റിങ്കു അദ്ദേഹത്തിൻ്റെ കൂടെ ജോലി ചെയ്യുന്നതാണ്. അദ്ദേഹം പെട്ടെന്ന് മരിച്ചു, വലിയ ദുഃഖമുണ്ട് എന്ന് 24 പ്രേക്ഷകരോടുകൂടി അദ്ദേഹം പറയുകയാണ്. എന്താണ്, റിങ്കു എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്, ഉദ്യോഗസ്ഥൻ്റെ പേര്, അതുകൂടി പങ്കുവയ്ക്കുന്നു. ശബരിമല പമ്പയിലെ സ്പോട്ട് ബുക്കിംഗ് കൗണ്ടറുകളുടെ എണ്ണം കൂട്ടുമെന്നൊരു വിവരം വരുന്നുണ്ട്. 60 വയസ്സ് പൂർത്തിയായവർക്ക് മാത്രമായി പ്രത്യേക കൗണ്ടർ തുറക്കും. ദേവസ്വം മന്ത്രിയുടെ നേതൃത്വത്തിൽ പത്തനംതിട്ടയിൽ ചേർന്ന അവലോകന യോഗത്തിലാണ് ഈ തീരുമാനമുണ്ടായത് എന്ന വിവരം ഇപ്പോൾ പത്തനംതിട്ട ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒരിടവേള കൂടി. കാസർഗോഡ് എരിഞ്ഞിപ്പുഴയിൽ അമ്മയ്ക്കൊപ്പം കുളിക്കാൻ ഇറങ്ങിയ 3 വിദ്യാർത്ഥികളാണ് മുങ്ങി മരിച്ചത്. കണ്ണൂർ വള്ളിത്തോട് ചരൽപ്പുഴയിൽ കുളിക്കാൻ ഇറങ്ങിയ 2 പേർ അപകടത്തിൽപ്പെട്ടു. മുന്നറിയിപ്പ് ബോർഡുകൾ അവഗണിച്ച് പുഴയിൽ ഇറങ്ങുന്നത് വർദ്ധിക്കുന്നതാണ് പലയിടത്തും അപകടമുണ്ടാക്കുന്നത്. സംസ്ഥാനത്ത് നദികളിൽ ഇന്ന് മാത്രം നടന്ന അപകടങ്ങളിൽ മരണം 5. 2 ഇടങ്ങളിലും കുട്ടികൾക്ക് മുന്നറിയിപ്പ് നൽകേണ്ട, ജാഗ്രത പാലിക്കേണ്ട മുതിർന്നയാളുകളും കൂടെ ഉണ്ടായിരുന്നു. സർക്കാർ സംവിധാനങ്ങൾ എത്ര ബോധവൽക്കരണം നടത്തിയിട്ടും ഇതൊന്നും നടപ്പിലാവുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. കാസർഗോഡ് എരഞ്ഞിപ്പുഴയിൽ ഉച്ചയ്ക്ക് 2:30 നാടിന് നടുക്കിയ അപകടം. മരിച്ച റിയാസിന്റെ മാതാവിനൊപ്പമാണ് 3 പേരും പുഴയിൽ കുളിക്കാനെത്തിയത്. ഇതിനിടെ 3 പേരും ഒരേ സമയം ഒഴുക്കിൽപ്പെടുകയായിരുന്നു. ഇത് കണ്ട റിയാസിന്റെ മാതാവ് വിദ്യാർത്ഥികളെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും സാധിച്ചില്ല. ശബ്ദം കേട്ടെത്തിയ നാട്ടുകാർ നടത്തിയ തെരച്ചിൽ ആദ്യം റിയാസിനെ കണ്ടെത്തി. ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിനിടെ റിയാസ് മരിച്ചു. തുടർന്ന് ഫയർഫോഴ്സും പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലാണ് എരഞ്ഞിപ്പുഴയിലെ അഷ്റഫിന്റെ മകൻ യാസിനെയും മഞ്ചേശ്വരം സ്വദേശി മജീദിന്റെ മകൻ സമദിനെയും കണ്ടെത്തിയത്. പുഴയിൽ നിന്ന് ഇരുവരെയും കരക്കെത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. കുറച്ച് ആഴമുണ്ട്, അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ചെറിയ കലക്ക് വെള്ളം, അതുകൊണ്ട് മുങ്ങിയാൽ അടി കാണാൻ പറ്റുന്നില്ല. തന്നെ കുറച്ച് ആഴമില്ലാത്തതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. നല്ല ആഴമുണ്ട്. ഇവിടെ ഒരു 3-4-5 മീറ്റർ വെള്ളം ഉണ്ടാവും. കണ്ണൂർ ചരൽപ്പുഴയിൽ കുളിക്കാനിറങ്ങിയപ്പോൾ ഉണ്ടായ അപകടത്തിലാണ് വാരം സ്വദേശികളായ വിൻസെന്റ്, ആൽവിൻ എന്നിവരുടെ ജീവൻ നഷ്ടമായത്. വള്ളിത്തോടുള്ള വിൻസെന്റിന്റെ ബന്ധുവീട്ടിലെത്തിയതായിരുന്നു 9 വയസ്സുകാരൻ ആൽവിൻ. എരഞ്ഞിപ്പുഴയിൽ നീന്താനറിയാത്ത സമദിനെ മറ്റു 2 കുട്ടികളും ചേർന്ന് നീന്തൽ പഠിപ്പിക്കുന്നതിനിടയിലാണ് അപകടം സംഭവിച്ചതെന്നാണ് സൂചന. പുഴയിൽ മുന്നറിയിപ്പ് ബോർഡുകൾ ഉണ്ടായിരുന്നെങ്കിലും ആരും ജാഗ്രത പാലിക്കുന്നില്ല എന്ന് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ. മുന്നറിയിപ്പ് ബോർഡൊക്കെ അവിടെ നമ്മൾ വെച്ചായിരുന്നു, ഇവിടെ പാലത്തിന് കുറച്ച് മുകളിലായിട്ട് വെച്ചായിരുന്നു. അപ്പോഴതൊന്നും കാണുന്നില്ല. ഇപ്പോൾ എങ്ങനെ സംഭവിക്കുന്നതെന്ന് അറിയുന്നില്ല. എരഞ്ഞിപ്പുഴയിൽ തെരച്ചിൽ നടത്തുന്നതിന് കാഴ്ചപരിമിതി ഉണ്ടായിരുന്നു. പുഴയിലെ അടിയൊഴുക്കും തടസ്സം നിന്നു. സ്കൂബ ടീം അംഗങ്ങളുടെ കുറവ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് പ്രതിസന്ധി ഉണ്ടാക്കി. നമുക്ക് വിഷൻ നല്ലോണം കുറവായിരുന്നു. അപ്പോൾ നല്ല ഉള്ളിലേക്ക് പോകുന്തോറും നല്ല ഇരുട്ടായിരുന്നു. പിന്നെ ഞങ്ങൾക്കൊരു പേടിയുണ്ടായിരുന്നത് ഏകദേശം ഈ സമയത്തെങ്കിലും കിട്ടിയില്ലെങ്കിൽ ഇനിയും നമുക്കൊന്നും അടിയിൽ കാണാൻ പറ്റില്ല. അപ്പം നമുക്ക് റെസ്ക്യൂ നിർത്തിവെക്കേണ്ടി വരും. പിന്നെ നാളെ നമുക്ക് പുനരാരംഭിക്കാൻ പറ്റുള്ളൂ. അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ കാസർഗോഡ് ജില്ലയിൽ നദീതീരങ്ങളിൽ പരിശോധന കർശനമാക്കുമെന്നും മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിക്കുമെന്നും ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ. ഒരുപാട് അപകട മരണങ്ങൾ, ഈ മുങ്ങി മരണങ്ങൾ പ്രത്യേകിച്ച് നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ ഒരു സ്റ്റെപ്പ് എടുക്കാം. ഓരോ പഞ്ചായത്ത് അടിസ്ഥാനത്തിലും ഇതുമാതിരിയുള്ള അപകട മേഖലയിൽ നടക്കുന്ന സ്ഥലങ്ങൾ കണ്ടെത്തി അതിന് പ്രത്യേകിച്ച് ഒരു പ്ലാൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ തീർച്ചയായിട്ടും നമുക്ക് ചെയ്യാം. മുങ്ങിമരണങ്ങൾ തടയാൻ സംസ്ഥാന തലത്തിൽ പ്രത്യേക പദ്ധതി ആവിഷ്കരിക്കാൻ മുഖ്യമന്ത്രിയുമായി കൂടിയാലോചിക്കുമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. ഇങ്ങനെ യാദൃശ്ചികമാണ്, സംഭവങ്ങൾ കൊണ്ട് യാദൃശ്ചികമാണ്. അതിന് പരിഹാരം കാണാൻ താങ്കൾ ഇവിടെ പറഞ്ഞതുപോലെ ശ്രമങ്ങൾ ഏതെല്ലാം നിലയിൽ അത് ഫലപ്രദമാക്കാൻ കഴിയുമോ? മരിച്ചവരുടെ മൃതദേഹങ്ങൾ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. എരഞ്ഞിപ്പുഴയിലുണ്ടായ സംഭവത്തിൽ കുട്ടികൾ പുഴ നീന്തി മറികടക്കാൻ ശ്രമിച്ചതാണോ അപകട കാരണമായത് എന്നൊരു സംശയം ഉയരുന്നുണ്ട്. ഇവിടെ സ്ഥാപിച്ച മുന്നറിയിപ്പ് ബോർഡുകളൊന്നും തന്നെ കാണുന്നില്ല. എന്തായാലും ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. രജീഷ് കരിവള്ളൂരിനൊപ്പം അരുൺ പാറയ്ക്കൽ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ.
പലയിടത്തും മുന്നറിയിപ്പ് ബോർഡുകളില്ല. ഇനി മുന്നറിയിപ്പ് ബോർഡുകൾ ഉള്ള സ്ഥലങ്ങളിലാണെങ്കിൽ അത് കണ്ട ഭാവം നടിക്കില്ല. അങ്ങനെ പല പല പ്രശ്നങ്ങളുണ്ട്. നീന്തൽ നമ്മുടെ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തണം എന്നൊക്കെയുള്ള ആവശ്യങ്ങൾ ഈ സമയത്ത് ഉയർന്നു വരുന്നുണ്ട്. കഴിഞ്ഞ 2-3 വർഷത്തെ കണക്ക് നോക്കിയാൽ മഴക്കാലത്തും വേനൽക്കാലത്തും ഒക്കെ എത്രയോ കുഞ്ഞുങ്ങൾ മുങ്ങി മരിക്കുന്നു എന്ന വാർത്തകളാണ് വരുന്നത്. വല്ലാതെ സങ്കടമുണ്ടാക്കുന്ന വിവരങ്ങൾ തന്നെയാണ്. പരിഹാരം എങ്ങനെ എന്നത് കൂട്ടായി ആലോചിക്കേണ്ടിയിരിക്കുന്നു. മറ്റൊരു റിപ്പോർട്ടിലേക്ക്. ശാന്തിഗിരി ഫെസ്റ്റ് തിരുവനന്തപുരം പോത്തൻകോട് പുരോഗമിക്കുകയാണ്. ഫെസ്റ്റിലെത്തുന്നവർക്ക് ആകാശ കാഴ്ചകൾ ഒരുക്കാൻ ഹെലികോപ്റ്റർ സർവീസ് നാളെ ആരംഭിക്കും. മുൻ പ്രധാനമന്ത്രി ഡോക്ടർ മൻമോഹൻ സിംഗ് അനുസ്മരണ ചടങ്ങും ആശ്രമത്തിൽ നടന്നു. മുൻ രാഷ്ട്രപതി KR നാരായണന്റെ കുടുംബ വീട് ശാന്തിഗിരി ആശ്രമത്തിന് കൈമാറുന്ന ചടങ്ങിൽ അന്ന് പ്രധാനമന്ത്രിയായിരുന്ന ഡോക്ടർ മൻമോഹൻ സിംഗ് കേരളത്തിലെത്തിയിരുന്നു. ശാന്തിഗിരി ആശ്രമവുമായി അടുത്തു ബന്ധമുള്ള ഭരണാധികാരിയായിരുന്നു മൻമോഹൻ സിംഗ് എന്നും ശാന്തിഗിരി ആശ്രമം ജനറൽ സെക്രട്ടറി സ്വാമി ഗുരുരത്നം ജ്ഞാനതപസ്യ അനുസ്മരിച്ചു. അന്നുവരെ ഉണ്ടായിരുന്ന നേതൃപാടവ സങ്കല്പത്തെ പാടെ പൊളിച്ചെഴുതിക്കൊണ്ട് തികച്ചും നിഷ്കാമിയായി, സൗമ്യനായി, സാത്വികനായി, ജനാധിപത്യ ബോധമുള്ള ഭരണാധികാരിയായി വിമർശിച്ചവരെ, പരിഹസിച്ചവരെ നിന്ദിക്കാതെ, നിരാകരിക്കാതെ അവരോട് ചെറു പുഞ്ചിരി കൊണ്ട് മറുപടി പടഞ്ഞ ഒരു വ്യക്തിത്വത്തിനുടമയായിരുന്നു അദ്ദേഹം. ശാന്തിഗിരി ഫെസ്റ്റിൽ നാളെ മുതൽ ഹെലി സഫാരി ആരംഭിക്കും. ഹെലിപ്പാഡിൽ നിന്ന് ആരംഭിക്കുന്ന യാത്ര 15 കിലോമീറ്റർ സഞ്ചരിക്കും. 7 മിനിറ്റ് ദൈർഘ്യമുള്ള യാത്രയിൽ ഒരു ട്രിപ്പിൽ പരമാവധി 7 പേർക്കാണ് സഞ്ചരിക്കാൻ സാധിക്കുക. തുമ്പി ഏവിയേഷനാണ് ഹെലികോപ്റ്റർ യാത്രാ സൗകര്യം ഒരുക്കിയിട്ടുള്ളത്. നാളെ മന്ത്രി GR അനിൽ ഹെലികോപ്റ്റർ സർവീസ് ഉദ്ഘാടനം ചെയ്യും. സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ഹെലികോപ്റ്റർ യാത്ര എന്നൊക്കെ പറയുന്നത് അങ്ങനെ സ്വപ്നം പോലും കാണാൻ സാധിക്കാത്ത കാര്യമാണ്. ഇപ്പം ചുരുങ്ങിയ ബഡ്ജറ്റിൽ ഇവിടെ നിന്ന് ഏതാണ്ട് 15 കിലോമീറ്റർ ദൂരം പറക്കുകയും അവിടെ ഇരുന്നു കൊണ്ട് ഈ തിരുവനന്തപുരത്തിൻ്റെ ഒരു പരിച്ഛേദം കാണുവാൻ സാധിക്കുകയും ആകാശത്തെ തൊട്ട് ഫെസ്റ്റിൽ നിന്നുയർന്ന് ഈ പ്രദേശം മൊത്തം ഒരു കാഴ്ചയായി കാണുവാൻ സാധിക്കുക എന്ന് പറയുന്നത് വളരെ സന്തോഷകരമായിട്ടുള്ള കാര്യമാണ്. 4200 രൂപയും ടാക്സുമാണ് ഒരു യാത്രയുടെ ചെലവ്. 24 തിരുവനന്തപുരം. നോക്കാം ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണനിരക്ക് സമർപ്പിക്കുന്നത് സ്പർശ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ഡിജിറ്റലാകൂ ഇനി സ്പർശയോടൊപ്പം. ഇനി എൻകൗണ്ടർ പ്രൈം KR ഗോപികൃഷ്ണൻ ചേരും. നമസ്കാരം.